ആചരണത്തിന് ശേഷം നമ്മുടെ കർത്താവായ യേശുനാഥൻ കഷ്ടാനുഭവ രാത്രിയിൽ ഹല്ലേലൂയ താൻ കടന്നുപോയ വഴികളിൽ ഹല്ലേലൂയ ഒലുമലയ്ക്ക് ശിഷ്യന്മാരുമായിട്ട് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ അവർ ഗദസമനയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ഗദസമനയിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയം യേശു ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമാണ് നാം ഇവിടെ വായിച്ചു കേൾക്കപ്പെട്ടത്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ താൻ ഏറ്റവും സ്നേഹിക്കുന്ന ശിഷ്യനായ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരോട് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു ആഹ്വാനമാണ്. നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിക്കുക. വേദപുസ്തകത്തിന്റെ ആഴങ്ങളിലേക്ക് നാം ചിന്തിക്കുമ്പോൾ വളരെയേറെ മുന്നറിയിപ്പ് നമുക്ക് നൽകുന്ന ഒരു വാക്യമാണിത്. പുതിയ നിയമത്തിൽ മുന്നറിയിപ്പിന് അനുബന്ധമായി 4 നിലകളിൽ നമ്മോട് പറയുകയാണ്, പ്രിയ ദൈവമക്കളെ നിങ്ങൾ ഉണർന്നിരിക്കണം. ഹല്ലേലൂയ പരീക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ഉണർന്നിരിക്കണം എന്നാണ് ഹല്ലേലൂയ നമുക്ക് ആഹ്വാനം നൽകിയാണ് യേശു കർത്താവ് ശിഷ്യന്മാരോട്. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ഹല്ലേലൂയ ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കണമെന്ന് വിചാരിച്ചതാണ്, എന്നാൽ സമയത്തിന്റെ കുറവ് മൂലം ഹല്ലേലൂയ ആദ്യമേ ചില പ്രോബ്ലംസ് ഒക്കെ വന്നതുകൊണ്ട് ഇവിടെ പത്രോസ് പറയുകയാണ്, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് കരുതി ഹല്ലേലൂയ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് സാത്താനെതിരെ ഒരു ആത്മികൻ എങ്ങനെയാണ് ഉണർന്നിരിക്കേണ്ടത്, ഏത് കാര്യത്തിനാണ് നിർമ്മതരായിരിക്കേണ്ടത്. ഹല്ലേലൂയ ശത്രുവിനെതിരെ ഒരു ആത്മീയ മനുഷ്യന് എപ്പോഴും പോരാട്ടമുണ്ട്. ഹല്ലേലൂയ ഒരാത്മീയ അന്തരീക്ഷം നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുവാൻ എല്ലാവരും പ്രാർത്ഥനയോട് കൂടെ ആയിരിക്കണം. ഹല്ലേലൂയ നാം എല്ലാ ദൈവമക്കളും പറയുന്നത് പോലെ, ദൈവദാസന്മാർ പറയുന്നത് പോലെ നാം ഒരു പോർക്കളത്തിലാ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു ആത്മീയ മനുഷ്യന് എപ്പോഴും പോരാട്ടമുണ്ട്. ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ കടന്നു വന്നതുപോലെ നനയ്ക്കാത്ത നാഴികയിൽ വലിയൊരു കാറ്റ് കടന്നു വരുന്നത് പോലെ നാം അറിയാത്ത നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പോരാട്ടം കടന്നു വരും. ഹല്ലേലൂയ അതിനെതിരെ പ്രതികരിക്കണമെങ്കിൽ ഹല്ലേലൂയ നാം ഉണർന്നിരിക്കണം, നിർമ്മതരായിരിക്കണം. ഹല്ലേലൂയ അവ ഇവിടെ ഈ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, അലറുന്ന സിംഹം എന്ന പോലെ. അവൻ സിംഹമല്ല, സാത്താൻ ആരാ? സിംഹമല്ല, എന്നാൽ നമ്മെ ഞെട്ടിപ്പിക്കുന്നത് പോലെ അലറുന്ന സിംഹം പോലെ. എവിടെയാണ് ഹല്ലേലൂയ നാം ഹല്ലേലൂയ ബലഹീനത ഉള്ളവരെന്ന് നോക്കിയിട്ട് നമ്മെ ആക്രമിക്കുവാൻ ചുറ്റി നടക്കുകയാ. നമ്മുടെ വീടിന് 4 സൈഡിലും കാണും എവിടെ നമ്മെ ആക്രമിക്കണം, ഏത് സൈഡിലൂടെ നമ്മെ പിടിക്കണം. നാം വിചാരിക്കും ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ഞാൻ നിൽക്കുമ്പോൾ എന്നെ ശത്രു തൊടില്ല. അല്ല, നമ്മുടെ ഒരു വീഴ്ച നോക്കിയിരിക്കുകയാണ് ശത്രുവായവൻ. ആയതിനാൽ ഹല്ലേലൂയ ഹല്ലേലൂയ നാം ഒരു ആത്മീയ മനുഷ്യൻ ആത്മബലം പ്രാപിച്ച് നാം ഉറക്കത്തിലേക്ക് കടക്കുമ്പോൾ നാം ഒന്ന് ചിന്തിക്കണം, നമുക്ക് പുറകിൽ നമ്മെ ദർശിക്കുന്ന ഒരു സിംഹം പോലെ ഉള്ള ഒരു ശത്രുവുണ്ട്. അവൻ അലറി നടക്കുകയാണ്. പലപ്പോഴും ശത്രുവിന്റെ അലർച്ചയിൽ നാം തളർന്നു പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഉണർന്നിരിക്കണം. നാം ഉറക്കത്തിലായിരിക്കുന്ന അവസ്ഥകളൊക്കെ മാറ്റി വെച്ചിട്ട് ആത്മീയ ഉറക്കമാണ് ഞാൻ പറയുന്നത്. നാം ഉറക്കത്തിലേക്കൊന്ന് വിശ്രമിക്കാം. ഞാൻ ജയിച്ചു, ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ദൈവം എനിക്ക് മറുപടി തന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അവൻ അലറിക്കൊണ്ട് നമ്മുടെ നേരെ കടന്നു വരുന്നു. ഹല്ലേലൂയ അതേപോലെ ഒരു ആത്മീയൻ സുബോധം വിട്ട് നഷ്ടപ്പെട്ട് ഉറക്കത്തിലോട്ട് പോകുമ്പോൾ ശത്രു എന്ത് ചെയ്യുന്നെന്നറിയാമോ? അവൻ കള ഹല്ലേലൂയ കള നമ്മുടെ
ജീവിതത്തിൽ വിതയ്ക്കും, അല്ലെങ്കിൽ അവൻ വിത്ത് വിതയ്ക്കും. സാത്താന്റെ വിത്ത് എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്കറിയാമല്ലോ. അവൻ കള വിതച്ചിട്ട് കടന്നു പോകും. ഹല്ലേലൂയ. സാത്താനുമായി നമുക്ക് നിരന്തരം നിരന്തരം ഹല്ലേലൂയ കേവലം ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ നിമിഷം കൊണ്ടോ ഹല്ലേലൂയ അല്ല, 24 മണിക്കൂറും ഹല്ലേലൂയ ഒരാത്മ മനുഷ്യൻ പോർക്കളത്തിലാ. നാം പോർക്കളത്തിലാണെന്നേ. അവന്റെ പദ്ധതിക്കെതിരെ അവനെ തകിടം മറിക്കുവാൻ ദൈവം നിയോഗിച്ച വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. ശത്രുവിന്റെ അടിത്തറ തോണ്ടിക്കളയുവാൻ നിയോഗിച്ച വ്യക്തികളാണ് നാം. ഹല്ലേലൂയ. സാധാരണക്കാരല്ല, നാം അസാധാരണ ദൈവ നിയോഗമുള്ള ഓരോരുത്തരുമാണ്. നമുക്കതൊന്ന് ഏറ്റെടുക്കാമോ ദൈവമക്കളെ? സാത്താൻ ഭയക്കുന്നത് പ്രാർത്ഥിക്കുന്നവരെയാണ്, നിയോഗമുള്ള നിങ്ങളെയാണ് ശത്രുവായവൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഭയക്കുന്നത്. അവന്റെ പരാജയങ്ങൾ തന്നെ ഹല്ലേലൂയ പരാജയപ്പെടുന്നത് നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴോ. അതുകൊണ്ട് ആ വചനം പറയുന്നത്, നിങ്ങൾ നിർമ്മതരായിരിപ്പിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾ ഉണർന്നിരിപ്പിൻ. എന്തിനു വേണ്ടിയാ? സാത്താൻ ചുറ്റിത്തിരിയുമ്പോൾ ആത്മികൻ ഉണരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാത്താൻ ചുറ്റിത്തിരിയുമ്പോൾ നമ്മെ ഓരോരുത്തരെയും ദൈവം ആയുധമാക്കി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ ആയുധമല്ലാത്തവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് പറയാം, ഞാൻ ദൈവത്തിന്റെ ആയുധമാണ്. എങ്ങനെയാ? പ്രാർത്ഥന. നിന്റെ പ്രാർത്ഥന, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം ആയുധമായിട്ട് എടുക്കും ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ആരാധന, ഹല്ലേലൂയ, പിശാചും നമ്മളും കൂടെ ചേർന്നിരുന്നിട്ട് നമ്മള് പിശാചിനെ എടുത്ത് മടി വെച്ച നിങ്ങളുടെ ആരാധന അല്ല, പിന്നെയോ ശത്രുവിനെതിരെ ഉള്ള ആരാധന ദൈവം നിങ്ങൾക്ക് ആയുധമാക്കി തരും. നമുക്ക് ലഭിക്കുന്ന നന്മയുണ്ടല്ലോ. ശത്രു പറയും, നീ അർഹിക്കുന്ന സ്ഥാനത്ത് നിന്നെ കയറ്റുകയില്ല, നിന്റെ മക്കളെ പ്രവേശിപ്പിക്കയില്ല, നിന്നെ ഹല്ലേലൂയ ദൈവിക നിയോഗത്തിൽ കൊണ്ടുവരത്തില്ലെന്ന് ശത്രു അവിടെ ഇരുന്ന് വാദിക്കുമ്പോൾ നമ്മുടെ ദൈവം നിങ്ങളിൽ ലഭിക്കുന്ന നന്മയും ഒരായുധമാക്കി മാറ്റാറുണ്ട്. എന്റെ മക്കള് എനിക്ക് വേണ്ടി ഹല്ലേലൂയ, എന്റെ മക്കള് ശത്രുവിനെതിരെ പോരാടുവാൻ അവർ പ്രാർത്ഥിക്കും, അവർ അവിടെ നന്മ അത് ദേശത്തെ കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. സാത്താൻ തന്റെ പദ്ധതി ഓരോരുത്തരിലൂടെ ഒരുക്കുന്നത് വ്യത്യസ്ത നിലവാരത്തിലാണ്. എന്നോട് പ്രവർത്തിച്ചതുപോലെ അല്ല, അല്ലെങ്കിൽ എന്നെ വീഴ്ത്തുവാൻ ശത്രുവായവൻ കുതന്ത്രങ്ങളെ മെനയുന്നത് പ്രത്യേക രീതിയിലാണ്. ഇരിക്കുന്ന ഹല്ലേലൂയ ഓരോ വ്യക്തിയോടും ഹല്ലേലൂയ ഒരു പക്ഷേ സിസിലി അമ്മച്ചിയോടുള്ള ഹല്ലേലൂയ പോരാട്ടം അല്ലായിരിക്കാം എൽസിയാന്റിയോടുള്ളത്. വ്യത്യസ്ത നിലവാരത്തിൽ നമ്മളെ ഓരോരുത്തരോടും കർത്താവിന്റെ ദാസൻ മാത്യു പാസ്റ്ററോടുള്ള ഹല്ലേലൂയ ഹല്ലേലൂയ പോരാട്ടമല്ല എന്നോടുള്ളത്. ഉരഗദന സംദലേ വരബലവ ശദലഗദഗദന. അതുകൊണ്ട് വ്യത്യസ്ത നിലവാരത്തിലാ ആന്റി ഹല്ലേലൂയ നീലമാന്റി ഹല്ലേലൂയ ദൈവം നമ്മോട് ഇടപെടുന്നത്. നമുക്കറിയാം, നമ്മുടെ മാതാവായ ഹവ്വേ പിശാച് എങ്ങനെ ഉലത്തിയത്? പിശാച് ഉപായത്താൽ ഹവ്വേ ഹല്ലേലൂയ ശത്രു പ്രയോഗിച്ച് പതുക്കെ കൊണ്ടു നടന്നു. ഹല്ലേലൂയ. ഹവ്വേ ഉപായത്താൽ ചതിച്ചു. ഹവ്വേ ശത്രു പ്രയോഗിച്ച പദ്ധതി അല്ല ഹല്ലേലൂയ ഗേഹസിക്ക് നേരെ ഉണ്ടായത്. ഗേഹസിയെ എങ്ങനെയാണ് ശത്രു വീഴ്ത്തിയത്? പണത്തിലാണ്. നാമും പലപ്പോഴും അതിലൊക്കെ പണമുണ്ടോ? എല്ലാം ഉണ്ട് എന്ന് പലപ്പോഴും ഒരു പഴഞ്ചൊല്ല് പോലെ നാം പറയാറുണ്ട്. അല്ലേ? അല്ല. ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ഉരവസന്തലേ ആത്മാവിലായി നാം ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരിക്കുന്നത്. അത് തച്ചുടച്ച് കളയാനാ നേരത്തെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും. നീ ഇന്നിവിടെ പ്രസംഗിക്കരുത്, എനിക്കെതിരെ നീ ശബ്ദമുയർത്തരുതെന്ന് ശത്രു വാദിച്ചതുകൊണ്ടാ ഹല്ലേലൂയ അല്പസമയത്തെ മാറ്റങ്ങളും അലസ്യതകളും അലസതകളും ഒക്കെ ഉണ്ടായത്. എന്നാൽ അല്ല, എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. ബിലയാമിനെ വീഴ്ത്തിയത് എങ്ങനാ?
കൂലി കാണിച്ച് കൊതിപ്പിച്ച് ബിലയാമിനെ ഹാലലുയ ശത്രു വീഴ്ത്തി. ആഖാവിനെ ഹാലലുയ ആഖാനെ വീഴ്ത്തിയത് ശബദാർപ്പിത വസ്തുവിനെ തൊടുവിച്ചാണ്. അങ്ങനെ പിശാച് ഹാലലുയ നമ്മെ ഓരോരുത്തരെയും ഈ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തൊടരുതെന്ന് പറഞ്ഞാൽ നമ്മെ കൊണ്ട് തൊടിയിച്ച് ഹാലലൂയ സ്വർഗരാജ്യത്തിന് അവകാശികളായ നമ്മെ മാറ്റി നിർത്തുവാൻ ഹാലലെ കിണഞ്ഞ് പരിശ്രമിക്കുന്നവനാണ് സാത്താൻ. ദൈവത്തിന്റെ വചനം പറയില്ലേ, സാത്താന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് എന്തായുധമാണ് നാം എടുക്കേണ്ടത്? പ്രാർത്ഥന എന്ന ആയുധം. അവനെതിരെയുള്ള സർവാന്തര സർവ തന്ത്രങ്ങളെയും പയറ്റി അവൻ എത്രമാത്രം ജാഗരിക്കുന്നുവോ അതിലുപരിയായി കിണഞ്ഞ് പരിശ്രമിക്കുന്നതിനെ തച്ചുടച്ചു കളയുവാൻ നമുക്ക് സാധിക്കും. നമുക്ക് ആവശ്യമില്ലാത്തത് തൊട്ട് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളയരുത്. ഇങ്ങനെ കാലങ്ങളിൽ എഴുന്നേറ്റ് വരുന്നവരെ തടയാൻ, അവരുടെ മേലുള്ള ദൈവ നിയോഗത്തെ ബ്ലോക്ക് ചെയ്യാൻ, അവരിലൂടെ ദൈവിക കാര്യം നടക്കരുത് എന്ന് ശത്രു സദാ ജാഗരൂപനായി ഹാലലുയ പ്രവർത്തിക്കുമ്പോൾ ഒരാത്മീകൻ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. അവന്റെ ഉദ്ദേശം എന്താ? ഇന്ന് ഈ പ്രാർത്ഥനയിൽ ഒന്നും നടക്കരുത്, വെറുതെ വന്ന് നമ്മൾ വെറുതെ പോകണമെന്ന ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന നാവുകളെ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ശബ്ദങ്ങളെ നിലപ്പിക്കുക. അതിനവൻ ജാഗരൂകനാകുമ്പോൾ ഒരു ദൈവമക്കള് ഉണർന്നിരിക്കണം. നമ്മുടെ മയക്കങ്ങളെ നമുക്ക് മാറ്റിവെക്കാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ശത്രുവിന് ഇടം കൊടുക്കരുത്. ഒരല്പ സ്ഥലം മതി, അവൻ കയറി നമ്മുടെ കുടുംബത്തെ ക്യാൻസർ പോലെ വേദനിപ്പിച്ച് നീറിപ്പിച്ച് പലതിലും നാം അമർന്നു പോകുവാൻ ശത്രുവിന് ഇടം കൊടുക്കരുത്. കഴിയുമെങ്കിൽ ഹാലലൂയ വൃതന്മാരെ പോലെ തെറ്റിച്ച് കളയുന്നവനാ ഹാലലൂയ ഈ ശത്രു. നാണമില്ലാത്തവനാ. യേശുവിന്റെ നാമത്തിൽ പോയെന്ന് പറഞ്ഞാൽ ഒരു നാണവുമില്ല. എന്നാൽ നാം നാം ആണെങ്കിൽ വരരുതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പോകത്തില്ല, അവരെ തിരിഞ്ഞു പോലും നോക്കില്ല. എന്നാൽ ശത്രു അങ്ങനെയല്ല. ഹാലലൂയ, അവൻ നമ്മെ പിൻഗമിച്ചു കൊണ്ടേയിരിക്കും. ഹാലലൂയ. ദൈവം ഒരത്ഭുതം ചെയ്യുവാൻ, നടത്താൻ, ഹാലലൂയ പ്രവർത്തിക്കുവാൻ ദൈവം ഇങ്ങനെ നോക്കുകയാണ്. ദൈവത്തിന് ഒത്തിരി പേരൊന്നും വേണ്ട. ഹാലലൂയ, ഒരാളെ ദൈവം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനാകണം കർത്താവേ. ഹാലലൂയ. ദൈവം നോക്കുന്നത് ഒരു ദേശത്തെ മതിൽ കെട്ടി സൂക്ഷിക്കാൻ ഒരു പുരുഷനെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം എന്റെ മാതാപിതാക്കൾ, എന്റെ പ്രിയപ്പെട്ടവര് ദൈവത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പിശാചിനെതിരെ ഒന്ന് ഉണരാൻ സാധിക്കുമോ? അവന്റെ താളം തെറ്റിക്കുവാൻ നമ്മൾ ഉണർന്നാൽ ശത്രുവിന്റെ താളം തെറ്റും. അവനൊരു താളത്തിന് നമ്മോട് കൂടെ നടക്കും. നാം ഉണർന്നാൽ അവന്റെ താളം തെറ്റും. നമുക്കൊന്ന് സമർപ്പിക്കാം. നിന്നെ ആയുധം ഹാലലൂയ ആക്കിക്കൊണ്ട് നിന്റെ കുടുംബത്തെ പണിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. 10 പേരുണ്ടാകാം, 4 പേരുണ്ടാകാം. 4 പേർക്കും ഒരുപോലെ വിശ്വാസമില്ല. എന്നാൽ നീ ഒരുവനുണ്ടോ? ദൈവദാസന്മാരെ, നിങ്ങൾ ആ കുടുംബത്തിലുണ്ടോ? ഒന്ന് സമർപ്പിക്കാമോ? എന്നിലൂടെ എന്നെ ഒന്ന് ആയുധമാക്കണേ കർത്താവേ. ഹല്ലേലൂയ. നമ്മുടെ സാമ്പത്തികത്തിൽ, നമ്മുടെ കുടുംബ തലത്തിൽ, തലമുറയിൽ, ജോലി കാര്യങ്ങളിൽ ഹല്ലേലൂയ അടിത്തറയെ നിന്നിലൂടെ പൊളിക്കുവാൻ, അന്ധകാരത്തിന്റെ അടിത്തറയെ പൊളിക്കുവാൻ നീ ഒന്ന് സമർപ്പിച്ചു കൊടുക്ക്. എനിക്ക് ശക്തിയുണ്ടെന്നേ. ഹല്ലേലൂയ. ഇരമ്യാവ് പറഞ്ഞതുപോലെ ഞാൻ ബാലനല്ലോ, അല്ല. ഹാലലൂയ. ആന്റിമാരെ, നിങ്ങൾ ഹാലലൂയ ബാലരല്ല. നിങ്ങളെ ദൈവം ബലപ്പെടുത്തിയിട്ടുണ്ട്, ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളൊന്ന് പ്രവർത്തിച്ചു നോക്കൂ. എന്നിലൂടെ കർത്താവ് എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് പണിതെടുക്കണം. ഹാലലൂയ.
ഹല്ലേലൂയ. എന്നെ നശിപ്പിക്കുവാൻ നന്മയെ ഞാൻ റെഡിയാ കർത്താവേ. നമുക്ക് ദൈവത്തോട് പറയാം, നന്മകൾ മാത്രം പോരാ, നിനക്ക് വേണ്ടി നിൽക്കുവാൻ നല്ലൊരായുധമാക്കി എന്നെ തീർക്കണമെന്ന് സമർപ്പിക്കുവാൻ ഇന്ന് പകൽക്കാലം എത്ര പേരുണ്ട്. അസാധാരണമായ ഒരു അഭിഷേകം നമ്മുടെ മേൽ പകരുകയാണ്. അഭിഷേകം നിന്റെ മേൽ പകരാൻ പോകുകയാണ്. ചിലത് ദുരാത്മ ശത്രു ദുരാത്മ ശക്തി അഴിക്കുവാൻ വേണ്ട സർവായുധവർഗം അത് പകരപ്പെടുന്നത് എനിക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നു. നിങ്ങൾ ശക്തി ആർജിച്ചെടുക്കൂ. അഭിഷേകം കൊണ്ടല്ലാതെ നിങ്ങൾക്ക് ശത്രുവിനെ ജയിക്കാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം, സാത്താന്യ പദ്ധതിയെ തകർക്കുവാൻ എനിക്കൊരു അഭിഷേകം വേണം. അസാമാന്യമായ പകർച്ച, ദൈവിക പകർച്ച ഓരോ ഡിവൈസിലും കയറുകയാണ്. നിങ്ങളുടെ മേൽ അഭിഷേകം ഇറങ്ങി വരുന്നത് ഇന്ന് പ്രാർത്ഥിക്ക, കർത്താവേ എനിക്കൊരു കൃപ വേണം. ശത്രുവിന്റെ മുൻപാകെ തോൽക്കാതിരിക്കാൻ എന്നെ നോക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. നമ്മുടെ കർത്താവ് നോക്കുമ്പോൾ അതിലുപരിയായി നാട്ടുകാർ നമ്മളെ നോക്കുന്നു. എത്ര കണ്ണുകളാ നമ്മെ നോക്കുന്നറിയാമോ? നമുക്ക് പറയാൻ, കർത്താവേ നിന്നെ സേവിക്കുന്നത് കൊണ്ട് ഞാൻ തോറ്റു പോകരുത്. ശത്രുവിന്റെ അടിയിലേക്ക് ഞാൻ കടന്നു പോകരുതേ. ശത്രു എന്നെ പാറ്റല്ലേ കർത്താവേ. നമുക്കൊരു കൃപ വേണം. തോൽക്കാതിരിക്കാൻ ഒരഭിഷേകം വേണം. ഹല്ലേലൂയ. അഭിഷേകത്തിനായി ഈ ദിവസങ്ങളായി നമുക്ക് പ്രാർത്ഥിക്കാം. കാലഘട്ടത്തെ മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിൽ മനസ്സിലായെന്ന് കരുതുന്നു. ഈ കാലഘട്ടം വളരെ ഹല്ലേലൂയ സഹിക്കുവാൻ കഴിയാത്തൊരു കാലഘട്ടമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. കാലഘട്ടത്തിനനുസരിച്ച് ഒരു കൂട്ടത്തെ വാർത്തെടുക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഓരോ പ്രിയപ്പെട്ടവരെയും ഹല്ലേലൂയ കർത്താവ് കാണുകയാണ്. നിങ്ങൾ പറയണം, അപ്പ അത് ഞാനാ കർത്താവേ. നമുക്ക് പറയാം, ഏലിയാവിനെ അറിയാമല്ലോ. നമ്മെ പോലെ സമസ്വഭാവമുള്ള ഒരു മനുഷ്യനാ. അവൻ പറഞ്ഞത് അങ്ങനെ സംഭവിച്ചതാണ്. ഏലിയാവിന്റെ ശേഷം ആരാ? ഏലിശ. ഹല്ലേലൂയ. ഏലിശ ആവശ്യപ്പെടുകയാണ്, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് നൽകണം. അതെന്താ അങ്ങനെ ഏലിശ പറയാൻ കാരണമെന്നറിയാമോ? കാലഘട്ടത്തെ തിരിച്ചറിയാത്ത ഹല്ലേലൂയ കാലഘട്ടത്തെ തിരിച്ചറിയുന്ന ഒരു പ്രാർത്ഥനയാ ഏലിശ ആവശ്യപ്പെട്ടത്. ഹല്ലേലൂയ. ഏലിയാവേ, നിന്റെ സമയത്തുള്ള ഹല്ലേലൂയ പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ ഹല്ലേലൂയ അല്ല എന്റെ കാലഘട്ടത്തിൽ വരുന്നത്. അതുകൊണ്ട് എനിക്കൊരു ഇരട്ടി പങ്ക് ദൈവാത്മാവ് എനിക്ക് നൽകണമേ എന്ന് അവൻ ചോദിച്ചത്. ഹല്ലേലൂയ. അത് തിരിച്ചറിഞ്ഞ് ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഏലിയാവ് കഴിഞ്ഞു, ഏലിശ ഇരട്ടി പങ്ക് ചോദിച്ചു. ഹല്ലേലൂയ. അതിനെ പിന്നാമ്പുറത്ത് ഏലിശയോട് ചേർന്ന് നിൽക്കേണ്ടുന്ന ഒരാളാരാണ്? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗേഹസിയാണ്. ഗേഹസി. എങ്ങനെ ഗേഹസിക്ക് ചോദിക്കാം, ഏലിയാവേ നിനക്ക് പകർന്നു തന്നത് ഏലിയാവല്ലയോ, അപ്പൊ എനിക്ക് കൂടെ പകർന്നു തരാ എന്ന് ചോദിക്കുന്നതിന് പകരം ഏലിശയുടെ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് ഹല്ലേലൂയ അടുത്ത ദൗത്യം ഏറ്റെടുത്ത് ചെയ്യേണ്ടുന്ന ഗേഹസി സാത്താൻ ഗേഹസിയെ പരാജയപ്പെടുത്തിയത് എങ്ങനാ? നയമാന്റെ നന്മ മുമ്പിൽ കണ്ടുകൊണ്ടാണ്. നയമാന്റെ നന്മ മുമ്പിൽ കണ്ടുകൊണ്ട് പിശാച് ഗേഹസിയെ പരാജയപ്പെടുത്തി. നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കൂ, എവിടെയെങ്കിലും നാം വീണു പോയിട്ടുണ്ടോ? ചിലതിൽ, പണത്തിൽ, ജോലിയിൽ. ഹല്ലേലൂയ. ഇല്ല കർത്താവേ, ഇനിയും ഞാൻ നിനക്ക് വേണ്ടി നിൽക്കുമെന്ന് പറയുവാൻ എത്ര പേരുണ്ട്? നമുക്ക് ഗേഹസിയോട് ചോദിക്കാം, അല്ലയോ ഗേഹസി, ഹല്ലേലൂയ നിനക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ ഏലിശയോട് എത്രയോ കാര്യങ്ങൾ ചോദിക്കാമായിരുന്നു. ശുശ്രൂഷയിൽ നീ മുന്നേറേണ്ട സമയത്ത് ഹല്ലേലൂയ നയമാന്റെ നന്മ കണ്ട് നീ പിന്മാറി. പിന്മാറിയവരുടെ കൂട്ടത്തിലായി. നിനക്ക് ഒരു പക്ഷേ ചരിത്രം സൃഷ്ടിക്കുവാൻ
നിനക്ക് സാധിക്കുമായിരുന്നു. ഹാലലുയ, എലീശയുടെ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് ചോദിച്ചിരുന്നെങ്കിൽ അത് നിനക്ക് നൽകുമായിരുന്നു. ഹാലലൂയ, ഇങ്ങനെ നീ അതപ്പതിച്ച് പോകയില്ലായിരുന്നു എന്ന് നമുക്ക് ഗേഹസിയെ നോക്കി ഒന്ന് പറയാം. ഹാലലൂയ, ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയുടെ രീതി ഒന്ന് മാറ്റി പിടിക്കാം. കാലഘട്ടം വളരെ ക്രൂഷ്യലാണ്. നാം ചിന്തിക്കുന്നത് പോലെയോ നമ്മുടെ കയ്യിൽ പിടിക്കുന്നത് പോലെ അല്ല. കേവലം നന്മകളിൽ നാം പ്രാർത്ഥിക്കരുത്. ഹാലലൂയ, അതൊക്കെ നിർത്തിവെക്ക്. ഹാലലൂയ, നന്മ വേണം. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടി. അവർക്ക് അതൊക്കെ വേണമെങ്കിലും നമുക്കൊന്ന് ചിന്തിക്കാം. നാം താലോലിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി, ഹാലലൂയ, അവരും നമ്മുടെ വയറ്റിൽ ഉരുവായ കാലം മുതൽ നാം ഉപവസിക്കുകയാ, പ്രാർത്ഥിക്കുകയാ. നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാ പറഞ്ഞത്. എന്നാൽ നമുക്കെതിരായി അവരിൽ നിന്നൊരു വാക്കുയരുമ്പോൾ, നമ്മൾ പറഞ്ഞത് കേൾക്കാതെ ഇരിക്കുമ്പോൾ നാം ആകെ തളർന്നു പോകും. എന്നാൽ അതൊന്ന് മാറ്റിപ്പിടി. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ നമുക്ക് കാണാം. അവരിൽ നിന്ന് നമ്മെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് കടന്നു വരുമ്പോൾ നാം തളർന്നു പോകും. നാം ചോദിക്കും, ഒരു പ്രതികൂലം കടന്നു വരുമ്പോൾ നാം ചോദിക്കും, അപ്പാ, ഞാൻ ദൈവസന്നിധിയിൽ നിന്നിട്ട്, ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് അപ്പച്ച എനിക്ക് ഇങ്ങനെയൊക്കെ കടന്നു വരുന്നത്? അതൊക്കെ ഒന്ന് മാറ്റിപ്പിടി. നമുക്ക് പറയാം, നന്മ വരട്ടെ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ ഇതൊക്കെയും നന്മയും കരുണയും ഒക്കെ നിന്നെ പിന്തുടരും. ഞാൻ അങ്ങനെ നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ ദിവസങ്ങൾ വല്ല വിധേനയും ശത്രു വീഴ്ത്തുവാൻ ശ്രമിക്കുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള ആത്മധൈര്യം പ്രാപിച്ചിട്ട്, അപ്പ, നിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ എന്നെ സമർപ്പിക്കുന്നു. ഹാലലുയ, കാലഘട്ടത്തിനനുസരിച്ചല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. രീതി ഒന്ന് മാറ്റിപ്പിടി. നന്മയ്ക്ക് വേണ്ടി അല്ല പ്രാർത്ഥിക്കേണ്ടത്. അപ്പ, നിനക്ക് വേണ്ടി അനേകരെ നേടിയെടുക്കുന്ന നല്ലൊരു അഭിഷക്തയാക്കി, നല്ലൊരു അധികാരമുള്ളവളാക്കി, ഹാലലൂയ, ഹാലലൂയ, തീരട്ടെ. മറിയമ്മാന്റെ ചിലപ്പോ നമ്മൾ പറയും, ഹാലലൂയ, എനിക്കത് പറ്റുമോ? ഹാലലൂയ, എനിക്കിനി സാധിക്കുമോ? വയസ്സ് കൂടിപ്പോയി, എന്റെ യൗവനത്തിലായിരുന്നുവെങ്കിൽ നടക്കാമായിരുന്നു എന്ന്. അല്ല ഉരസി, നിനക്കത് സാധിക്കും. ചിലതിനെ ധൈര്യത്തോടെ മുന്നേറ്. ഹാലലൂയ, കൈമാറ്റി എന്റെ മേൽ വേണം ദൈവമേ, നിന്റെ ഒരു അഭിഷേകം എനിക്ക് വേണം, നിന്റെ ശക്തി എനിക്ക് വേണം. നിന്റെ മുമ്പിൽ നിൽക്കുന്ന സെരുബാബേൽ എന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. കഴിക്കുവാൻ, അതിജീവിക്കുവാൻ കഴിയാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങളാകട്ടെ, നീ ദൈവസന്നിധിയിൽ ഒന്ന് കൊടുക്ക്. സെരുബാബേലിനെ പോലെ, ഹാലലി, നിനക്ക് പുറത്തു പോലും ഇറങ്ങുവാൻ കഴിയാത്ത രീതിയിൽ, ഹാലലി, ഒരു മതിൽ ചുറ്റിക്കെട്ടി പ്രത്യേകമായൊരു ഫ്രെയിമിനുള്ളിൽ ശ്രമിക്കുമ്പോൾ അല്ല, നിന്റെ പ്രശ്നം സമഭൂമിയായി തീരും. ഹാലലൂയ, സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, എന്റെ ആത്മാവിനാലത്രേ. നിന്റെ കൂടെ എത്രയോ സൈന്യബലങ്ങൾ കടന്നു വരട്ടെ. ഒരു ദേശം മൊത്തം കടന്നു വരട്ടെ. ഹാലലൂയ, ഹാലലൂയ. എങ്കിലും ദൈവ ആത്മനിയോഗം പ്രാപിച്ച നിന്നെ ദൈവം തിരയുക. നീ ഭാരപ്പെടേണ്ട, നിരാശപ്പെട്ടു പോണ്ട. പിശാചിനറിയാമെന്നേ നമ്മളെ എങ്ങനെ വീഴ്ത്തണമെന്ന്. ഹാലലൂയ, പിശാചിനറിയാം നമ്മുടെ ബലഹീനത. അവൻ അതിൽ പിടിച്ചങ്ങ് തൂങ്ങും. ഹാലലൂയ, ഓരോ വ്യക്തികളെ എങ്ങനെ കുടുക്കണമെന്ന് അവനറിയാം. അവൻ കുടുക്കുമ്പോൾ നാം തളർന്നു നിൽക്കാതെ ആ മണ്ഡലത്തെ പൊളിക്കുവാനുള്ള ഒരാത്മബലത്തിനായി ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ഹാലലൂയ, ഇത് വെറും ഒരു ഹാലലൂയ വിഷയമല്ല, ശത്രുവിനെതിരെയാണ്. അവൻ പ്രവർത്തിക്കും, അവൻ മിണ്ടാതിരിക്കുകയില്ല. ഒരു പക്ഷേ ഈ മീറ്റിംഗ് കഴിഞ്ഞ് നാം പുറത്തിറങ്ങുമ്പോഴായിരിക്കും അത് അതിശക്തിയോടെ അലറുന്ന സിംഹം എന്ന പോലെ നിന്റെ ജീവിതത്തിൽ കടന്നു വരും. അപ്പൊ നീ നിരാശപ്പെട്ടു പോകരുതേ, എല്ലാവരും ഭാരപ്പെട്ടു പോകരുതേ. തിരിച്ചറിയണം, ഇത് ശത്രുവിന്റെ ഒരു പ്രവർത്തനമാണെന്ന്. ഹാലലൂയ, അത് തിരിച്ചറിഞ്ഞാൽ നാം ഉണരണം. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ഹാലലൂയ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. ഹാലലൂയ, നാം ജഡത്തിൽ പ്രതികരിക്കല്ലേ, ജഡത്തിൽ മിണ്ടിപ്പോകരുതെന്ന് കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പ്രവർത്തിക്കുന്നവൻ ദൈവമാണ്. ഹാലലൂയ, നമ്മുടെ ആരാധന,
നമ്മുടെ തിരുവചന ശുശ്രൂഷ, നാം വീട്ടിലിരിക്കുമ്പോൾ വചനം ധ്യാനിക്കുന്നത്, ഇതെല്ലാം ഹല്ലേലൂയ അത് ദൈവവുമായിട്ട് ഒരാത്മ മനുഷ്യൻ ബന്ധപ്പെട്ടിരിക്കുക. നമ്മൾ ആർക്കെങ്കിലും വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? നാം നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ കാര്യങ്ങൾക്കായി ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവനുമായി ബന്ധപ്പെട്ടതാ നമ്മുടെ ആരാധന, അവനുമായി ബന്ധപ്പെട്ടതാ നമ്മുടെ തിരുവചന ധ്യാനം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവുമായി ബന്ധപ്പെട്ട ഹല്ലേലൂയ ആത്മാവിൽ നമുക്ക് ശക്തിപ്പെടുമ്പോൾ തന്നെ, നാം ഒന്ന് ഉണർന്ന് പ്രശ്നത്തെ മനസ്സിലാക്കി നാം ഒന്ന് ഉണരുമ്പോൾ തന്നെ ഹല്ലേലൂയ സാത്താൻ ഓടിപ്പോകും. അത് നമുക്കും അറിയാം, സാത്താൻ ഓടിപ്പോകും. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം, ഒരു ആത്മാവിൽ നാം എങ്ങനെ ഉണരണം, ഹല്ലേലൂയ വീണ്ടും നാം എങ്ങനെ നിലനിൽക്കണമെന്ന് മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 42-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. 42-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ഇവിടെയും പറയുകയാണ്, ഹല്ലേലൂയ ഉണർന്നിരിപ്പിൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു. ശരിയല്ലേ? ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഹല്ലേലൂയ, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിലാ വരുന്നതെന്ന് നമുക്കറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എന്തോ ചെയ്തേനെ? എല്ലാം വൃത്തിയാക്കി ഹല്ലേലൂയ ശുഷ്കാന്തിയോടെ, പ്രസന്നതയോടെ, ചിരിച്ച മുഖത്തോട് ദൈവത്തെ എഴുന്നേൽപ്പാൻ, ഹല്ലേലൂയ എതിരേൽപ്പാൻ നാം ഒരുങ്ങി വാതിൽക്കലിരിക്കും. എന്നാൽ ഇവിടെ പറയുന്നത് എന്താ? നിങ്ങളുടെ പ്രാണനാഥൻ വരുന്നത് അറിയായികയാൽ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആര് വരുന്നത് പോലെയാ കർത്താവ് വരുന്നത്? കള്ളനെ പോലെ. ഹോരാഷാദ, അതിന്റെ ആഴത്തിലേക്കൊന്ന് ഇറങ്ങിത്തിരിക്കുക. കള്ളനെ പോലെ വരുമ്പോൾ, കള്ളൻ വരുന്നു എന്ന് അറിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വീട്ടുടയൻ അവന്റെ വീട്ടിലെ സാമഗ്രികൾ സൂക്ഷിക്കുമായിരുന്നു. ഇന്ന് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഏത് സമയത്താ കള്ളൻ കൊള്ളയിടാൻ വരുന്നതെന്ന് നാം അറിയുകയില്ല. അതുകൊണ്ട് കർത്താവ് വരുന്ന സമയം അറിയില്ല. കർത്താവിന്റെ വരവാണത്. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെ ലക്ഷ്യം, ഭൗതിക കാര്യങ്ങൾക്ക് നാം പ്രാർത്ഥിക്കാറുണ്ട്, എങ്കിലും നമ്മുടെ ലക്ഷ്യം എന്താ? കർത്താവിനോട് കൂടെ പറന്നു പോകണം. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം തെറ്റിക്കുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ ദൈവമക്കളായ നാം എന്ത് ചെയ്യണം? സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കണം. ഇന്ന് എന്നുള്ളത് കർത്താവുമായി ബന്ധപ്പെട്ട, ദൈവം വിചാരിച്ചാല് ഇന്ന് നമുക്ക് ലഭിച്ചുള്ളൂ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. അപ്പ ഞാൻ ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ അല്പ കാര്യങ്ങൾക്കായി ഞാൻ പാപം ചെയ്യില്ല. നാം പാപം എന്ന് പറയുമ്പോൾ എന്തോ വലിയ കാര്യമായിട്ടാണ് നാം പറയുന്നത്. നിസ്സാര കാര്യം പോലും പാപമാണ്. അതുകൊണ്ട് നമുക്ക് പറയാം, നമ്മുടെ സഹോദരനെ സ്നേഹിക്കാത്തത് പാപമാണ്. ഹല്ലേലൂയ. സഹോദരന് നേരെ നാം ചിന്തിക്കുന്നത് പോലും പാപമാണെങ്കിൽ ഇന്ന് ഞാൻ പാപം ചെയ്യില്ല. കാരണം എന്തെന്നറിയാമോ? നാളെ കർത്താവിനോട് കൂടെ ഞാനിരിക്കും, ഞാൻ ദൈവത്തോട് കൂടെ ആയിരിക്കും. ഇങ്ങനെ വേണം ഓരോ ദിനചര്യ നാം ഒരുക്കപ്പെട്ടാൽ എത്ര നല്ലതായിരുന്നു അല്ലെ? നാം ഓരോരുത്തരും അങ്ങനെ ഇരുന്നാൽ. അതുകൊണ്ട് കർത്താവിന്റെ വരവിന്റെ ഹല്ലേലൂയ അടുത്ത ഒരു പക്ഷേ കർത്താവ് വരുന്നു 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 എന്ന് പ്രസംഗിച്ച് നാം കേട്ടു. നമ്മുടെ തലമുറ പറയും, ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നാം ആയിരിക്കാം രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടുന്നത്. കർത്താവിന്റെ വരവ് ആഗതമായിരിക്കുക. അതിന്റെ സംഭവങ്ങളൊക്കെ നമ്മൾ അറിയുന്നില്ലയോ? ആകിയാൽ നമുക്ക് ഒരുങ്ങിയിരിക്കാം, ഉണർന്നിരിക്കാം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാം. ഹല്ലേലൂയ. ആ കൂട്ടത്തിൽ, ആ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും തള്ളപ്പെടാതെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കാണുന്ന കൂട്ടത്തില് ഞാനും ഉണ്ടാകും. നമുക്ക് തീരുമാനമെടുക്കാം, നമ്മളെ കൊണ്ട് സാധിക്കുമെന്നേ. ചിലതില് നാം മാറി നിന്നാൽ നമുക്ക് ദൈവസന്നിധിയിൽ എടുക്കപ്പെടുവാൻ സാധിക്കും. അല്പസുഖത്തിന് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തോട്
കൂടെ ആയിരിക്കുന്നത് മാറ്റിവെക്കാതെ ദൈവത്തോട് കൂടെ ആയിരിക്കാൻ നമ്മെ ചേർത്ത് നിർത്തും. നമ്മുടെ കാര്യങ്ങൾ നമുക്കൊരു വീഴ്ച വന്നാൽ നമ്മളോട് ചോദിക്കും, നമ്മെ നെഞ്ചോടെ ചേർക്കുമെന്നൊക്കെ വിചാരിക്കുന്ന ഒരു കൂട്ടർ ഒരാളായിരിക്കും നമുക്കെതിരെ നിൽക്കുന്നതെങ്കിലും ആ കേൾക്കുന്ന 10 പേര് നമുക്കെതിരെ തിരിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യരിൽ ആശ്രയിക്കരുത്. നിങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ ഒന്നും നേടിയില്ലെങ്കിലും കർത്താവിന്റെ വരവിൽ ഹല്ലേലൂയ പറന്നു പോകുവാൻ നമുക്കൊരുങ്ങാം. ഞാൻ പറയുമ്പോൾ അതൊരു വേറൊരു ലാഘവത്തോടെ ആയിരിക്കാം. ഹല്ലേലൂയ അല്ല, ദൈവത്തിന്റെ വരവ് ആഗതമായെന്നേ. അതിനുള്ള ഭീതികൾ ഹല്ലേലൂയ ഇവിടെ കേൾക്കുന്നു. അതുകൊണ്ടാ ഉത്തമഗീതത്തിൽ പറയുന്ന, ഞാൻ ഉറങ്ങുന്നു എങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. കാരണം എന്താ? ഹല്ലേലൂയ, വാതിൽക്കൽ നിന്ന് മുട്ടുന്ന എൻ്റെ പ്രിയന്റെ സ്വരം ഒന്ന് കേൾക്കുവാൻ നമ്മൾ ഒരുങ്ങിയിരിക്കുക. മണവാട്ടിയോട് ചോദിച്ചാ പറയും, ഹല്ലേലൂയ, എൻ്റെ വാതിൽക്കൽ കാൽ പെരുമാറ്റം ശ്രദ്ധിച്ചാ അവള് കിടക്കുന്നത്. എല്ലാവരും ഉറങ്ങുന്നത് പോലെ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. നമ്മുടെ മണവാളൻ അരുമനാഥൻ വാതിൽക്കലെത്തുമ്പോൾ നമ്മൾ പറയത്തില്ലേ, സകലതിലും ദൈവമക്കൾ വേർപാട് പ്രാപിക്കണം. അതുപോലെ ഉറക്കത്തിൽ പോലും നമുക്ക് ഉറങ്ങുവാൻ സാധിക്കില്ല. മണവാളൻ പറഞ്ഞിരിക്കുകയാണ്, എല്ലാവരും ഉറങ്ങുന്നത് പോലെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. കാരണം പ്രാണപ്രിയന്റെ വരവ് ലക്ഷ്യമാക്കി ജീവിക്കുന്ന നാം ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങൾ ലജ്ജിക്കാതെ ദൈവത്തെ എതിരേൽക്കാനാണോ നിൽക്കുന്നത്? വിളക്കുമായി എണ്ണയുമായി നിൽക്കുന്ന 10 കന്യകമാരോട് അവരുടെ കൂടെ നിങ്ങളെ ലജ്ജിപ്പിക്കാൻ അവൻ സമ്മതിക്കയില്ല. ദൈവത്തെ വിളക്കോട് കൂടി എണ്ണയെടുത്ത് 5 പേരെ നമുക്കറിയാലോ. 10 പേരും ഒരുങ്ങിയത് എന്തിനാ? ദൈവത്തെ എതിരേൽപ്പാൻ, ദൈവത്തിന്റെ വരവിൽ അവനോടുകൂടെ പറക്കാനാ. കാലക്രമത്തിൽ ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, അവരതൊക്കെ മറന്നുപോയി. അവരാനന്ദിക്കുവാൻ തുടങ്ങി. പക്ഷെ എന്തുണ്ട് അവരുടെ കയ്യില്? ഹല്ലേലൂയ വിളക്ക് ഉണ്ട്. വിളക്കിൽ എണ്ണയുണ്ടോ? വിളക്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ടോ? കുറവുണ്ടോ? ദ്വാരമുണ്ടോ? എന്നിൽ കുറവുകളുണ്ടോ? അത് മറന്നുപോയി ആ 5 പേരോട്. എന്നാൽ മറുതലയ്ക്കൽ പ്രത്യുത 5 പേരെങ്ങനെ ഇരുന്നേന്നറിയാമോ? ദിനം പ്രതി അവരെ ശോധന ചെയ്തു. വിളക്കെടുത്ത് നോക്കും, ശോഭയുള്ളതാ. പൊടി പറ്റിയെങ്കിൽ ഹല്ലേലൂയ തുടച്ചു മാറ്റും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം ആരുടെ കൂട്ടത്തിലാ? അവന്റെ വരവിൽ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാണോ? അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളെ ലജ്ജിപ്പിക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ ഹല്ലേലൂയ. നാം വളരെ ശക്തിയോടെ വിളക്കോട് കൂടി എണ്ണ എടുത്താൽ ദൈവം നിന്നെ ലജ്ജിപ്പിക്കുകയില്ല. പിന്നെയോ ആനന്ദ ഗോക്ഷം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആനന്ദിക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കും. അങ്ങനെ പറയുവാൻ കാരണമുണ്ട്. ഈ ലോകത്തിലെ ജീവിതം നാം ഒന്ന് കണ്ണോടിക്കുക. ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലരെ ഇഷ്ടമല്ല, പ്രസംഗിക്കുന്നവരെ ഇഷ്ടമല്ല, പാടുന്നവരെ ഇഷ്ടമല്ല. എന്താണെന്ന് അറിയാമോ? അതിന്റെ അകത്തളത്തിൽ അവരറിയുന്ന ചില പ്രശ്നങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾ പറയും അത് വെറും ഉഡായിപ്പാണെന്ന് പറയും. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വാസത്തിൽ നിന്ന് വീണു പോകും. വിശ്വാസം തണുത്തു പോകും. ഹല്ലേലൂയ. നിങ്ങളെ തെറ്റിക്കുവാൻ, വൃതന്മാരെ പോലും തെറ്റിക്കുവാൻ പിശാച് കിണഞ്ഞു ശ്രമിക്കും. എത്ര പേർ അന്ന് കാണുമെന്ന്, നാം എത്ര പേര് നിലനിൽക്കുമെന്ന് അന്ന് എനിക്ക് പറയുവാൻ ഉറപ്പില്ല. ഹല്ലേലൂയ. അത്ര അപകടം പിടിച്ച ദിവസമാണ് ഹല്ലേലൂയ ഇനി വരാൻ പോകുന്നത്. മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? അത്ര തീവ്രമായ ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. വിശുദ്ധി സത്യത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു സെക്കൻഡ് നമ്മുടെ കണ്ണ് അടച്ചു തുറക്കുന്ന ആ കണ്ണ് വയ്ക്കുന്ന ഒരു നിമിഷമാ നാം വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടത്. എന്നാൽ ആ ഒരു സെക്കൻഡ് എപ്പോഴാ കർത്താവ് വരുന്നത്? എപ്പോഴാ എന്നറിഞ്ഞാൽ നമുക്ക് കണ്ണ് വേണമെങ്കിൽ ഒരു ഈർക്കലൊക്കെ വെച്ച് നമുക്ക് ഇരിക്കാൻ സാധിക്കും. എന്നാൽ അത് എപ്പോഴാണെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നാം കാഹളനാദം മുഴങ്ങുന്ന ആ ഒരു സെക്കൻഡാണ് നാം കാത്തു സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. ഒന്നും നേടാനല്ല, ഇവിടെ നിന്ന് ഒരു കൂട്ടം ജനത്തെ എടുക്കപ്പെടുമ്പോൾ ഞാനത് ആവർത്തിച്ച് പറയുകയാണ്.
ആ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാനും കാണണമേ കർത്താവേ. എന്റെ കുറവുകൾ ഓർക്കാതെ, അകായ്മകൾ ഓർക്കാതെ, വല്ലായ്മകൾ ഓർക്കാതെ അപ്പാ ഹല്ലേലൂയ നിന്നോട് കൂടെ ഇരിപ്പാൻ എനിക്കും കൂടെ വരം നൽകണമേ. തള്ളപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ടവരുടെ കൂട്ടത്തിലല്ല. പ്രതിഫലം വിവാചിക്കുമ്പോൾ ഹല്ലേലൂയ അത് കാണാൻ, അത് പ്രാപിക്കണമെങ്കിൽ നാം ഇപ്പോഴേ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. മൂന്നാമതായിട്ട് എങ്ങനെ ഉണർത്തപ്പെടണമെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഉപദേശത്തോട് ബന്ധപ്പെട്ടതാണ്. മൂന്നാമതായി നാം ഒരുങ്ങിയിരിക്കണം, ഉണരണം. ഹല്ലേലൂയ ഉണർന്നിരിക്കണം എന്ന് പറയുന്നത് ദൈവവചനത്തിന് കൂട്ടിച്ചേർക്കാതെ ഹല്ലേലൂയ വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കി ഉണർന്നിരിക്കണം. ചിലരിപ്പോൾ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ കാലഘട്ടത്തില് വചനത്തിന് അടിസ്ഥാനത്തിൽ മാത്രം നാം മുന്നോട്ട് പോയാൽ നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? പരീക്ഷകളാൽ, ഹല്ലേലൂയ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്ന ദൈവമല്ല. ഹല്ലേലൂയ പരീക്ഷയിൽ അകപ്പെടുത്താൻ, ഹല്ലേലൂയ പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ദൈവജനം നമ്മോട് പറയുമ്പോൾ യാക്കോബിന്റെ ലേഖനത്തിൽ ലേഖനകർത്താവ് ഇങ്ങനെയാ പറയുന്നത്: ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നാം ദോഷങ്ങളാൽ പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ പിശാചിന് ഹല്ലേലൂയ നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഈ പിശാചിന് ഇപ്പോൾ ഈ ഡിവൈസിലുള്ള എല്ലാവരെയും നോട്ടമുണ്ടോ എന്നെനിക്കറിയില്ല. എന്നാൽ ഹല്ലേലൂയ പിശാചിന് പ്രയോജനപ്പെടുത്തുന്ന നിയോഗമുള്ള നിന്റെ നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. അഭിഷക്ത ഹല്ലേലൂയ എന്നിലൂടെ ഒഴുകുന്ന ദൈവാത്മാവിനെയാണ് പിശാച് നോട്ടം ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെയും ഒന്നും വേണ്ട. പിന്നെ ആരെയാ വേണ്ടേ? ദൈവത്തിനു വേണ്ടി നിലനിൽക്കുന്നവരെ, ദൈവത്തിനു വേണ്ടി ഹല്ലേലൂയ മുന്നോട്ട് പോകുന്നവരെ ശത്രു നോട്ടമിടും. ആ ഒരു ദൈവ പൈതന്റെ ഒരാത്മീയ മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും പോരാട്ടമാ. ഇതൊന്നും മാറുന്നത് എന്നാ എന്ന് നാം ചോദിക്കാറുണ്ട്. അതുപോലെ പിശാചിന്റെ ഉള്ളം കയ്യിലിരിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിനെതിരെ ഹല്ലേലൂയ പോരാടുന്ന ശത്രുവിനെ തകർക്കുവാനുള്ള ആത്മധൈര്യം നാം പ്രാപിച്ച് ദിനംതോറും മുന്നോട്ട് പോകണം. മർക്കോസിന്റെ സുവിശേഷം 14:37 അവൻ പറയുന്നത് ഇങ്ങനെയാണ്. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം ഒന്നെടുത്ത് വായിക്കാമോ? മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പേ. ആത്മാവ് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം, സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 37-ാം വാക്യം. പിന്നെ അവൻ വന്ന് ഉറങ്ങുന്നത് കണ്ട് സീമോനെ, സീമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് എന്താ? അവൻ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, ശിമോനെ നീയും ഉറങ്ങുന്നുവോ? ആ നാഴിക ഒരു നാഴിക എന്നോട് കൂടെ ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിയുകയില്ലയോ എന്ന് ചോദിച്ചു. കുഞ്ഞെ പത്രോസേ, ശിമോനെ, നിനക്കെതിരെ പിശാച് പദ്ധതിയുമായി വരുന്നുണ്ട്. ഹല്ലേലൂയ. നീയും ഉറങ്ങുന്നുവോ? ചിലർ ചോദിക്കും, എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാൻ നമുക്ക് ഹല്ലേലൂയ അനുവാദമില്ല. എന്നാൽ ചിലരോട് ചോദിക്കും, നീ എന്താ ഉറങ്ങുന്നത്? കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞതാണ്, നീയും ശിമോനെ ഉറങ്ങുന്നത് എന്ത്? ഹല്ലേലൂയ. അതിൽ എല്ലാ അർത്ഥങ്ങളും ഉണ്ട്. എന്താ കാരണമെന്നറിയാമോ? 11 ശിഷ്യന്മാര് ഹല്ലേലൂയ താഴെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ പോട്ടെ, അവര് 3 പേര് കാവൽമാടത്തിന് അടുത്തിരിപ്പുണ്ട്. ദൈവം ഇരുന്ന് പ്രാർത്ഥിച്ചു മടങ്ങി വരുന്ന സമയത്ത് ദൈവാത്മാവ് നോക്കിയപ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു കർത്താവ് നോക്കിയപ്പോൾ ശീമോൻ അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്. ഉറങ്ങുന്നത് കണ്ടിട്ട് ചോദിക്കുക, നിനക്ക് ഒരു നാഴിക പോലും എന്നോട് ചേർന്നൊന്നിരിക്കാൻ കഴിയും
കഴിയുകയില്ലേ? കുഞ്ഞെ, നിനക്കെതിരെ പരീക്ഷ വരുന്നുണ്ട്. ഹാലലൂയ. 11 പേരോടും ചോദിക്കില്ല. ഹാലലൂയ. എന്താ കാരണം? നിനക്ക് മറ്റു ശിഷ്യന്മാരില്ലേ? ശിമോനോട് മാത്രം എന്തിനാ ഈ പരീക്ഷ എന്ന് ചോദിച്ചാല്, കഴിഞ്ഞ ദിവസം പിശാച് ഒരു ലിസ്റ്റ് ഇട്ടു. ആ ലിസ്റ്റിൽ നിന്റെ പേരുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത്, പരീക്ഷയിൽ അകപ്പെടാതെ ശിമോനെ നീ പ്രാർത്ഥിക്ക്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹാലലൂയ ഒരു ലിസ്റ്റ് സാത്താനിട്ട് വെച്ചിട്ടുണ്ട്. കാരണം എന്താ? നിങ്ങളൊക്കെ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്നു. ഇവർക്ക് ഈ സമയം പോയി കിടന്ന് ഉറങ്ങിക്കൂടെ എന്ന് ശത്രു നമ്മുടെ മുമ്പിൽ പറയുമ്പോൾ, ഇന്ന് പകൽക്കാലം ഹാലലൂയ നിങ്ങൾക്കെതിരെ ഒരു ഹിഡൻ അജണ്ട ഒരുക്കിയിട്ട പിശാച് നമ്മെ വാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് നിന്നോട് മാത്രമാണ് ശീമോനെ ഹാലലൂയ പിശാചിന് പോരാട്ടമുള്ളത്. കാരണം എന്താണെന്നറിയാമോ? കഴിഞ്ഞ ദിവസം ഹൃദയത്തിൽ പിശാച് പ്രവേശിച്ചു. ആരുടെ? ശിമോന്റെ ഹൃദയത്തിൽ പ്രവേശിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, നീ കാൽവറിയിൽ ഹാലലൂയ ക്രൂശിക്കപ്പെടല്ലേ കർത്താവേ, നീ അത് ചെയ്യല്ലേ കർത്താവേ എന്നും പറഞ്ഞു പത്രോസ് എന്തോ ചെയ്തു? യേശു കർത്താവിനെ പലതും പറഞ്ഞ് ഹാലലൂയ അടുത്തു വന്നപ്പോൾ, യേശുവിനോട് കൂടെ നടന്നവനാ, ഞൊടിയിടയിൽ കർത്താവ് പറഞ്ഞു, പിശാചേ എന്നെ വിട്ടു പോ, നീ മനുഷ്യനുള്ളതാ ചിന്തിക്കുന്നത്. ഇന്ന് പകൽക്കാലം എന്തിനാ പ്രലോഭനങ്ങളിൽ ഹാലലൂയ അകപ്പെടുത്തുന്നതിന്? കാരണം സാത്താൻ ഒരു ഹാലലൂയ അജണ്ടയുണ്ട്. എന്തിനാ? നിന്നെ വീഴ്ത്തിക്കളയണം. അത് തന്നെ സാത്താന്റെ. നമ്മൾ ഏത് പൊസിഷനിലാ നിൽക്കുന്നത്, അതിൽ നിന്ന് നിന്നെ താഴ്ത്തി എറിയണം. ഹാലലൂയ. ഈ പ്രതികൂല സാഹചര്യങ്ങളില് എന്റെ തലമുറ മാത്രം, ഇന്ന് എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, നിങ്ങൾ മാത്രമല്ല കേട്ടോ, ഞാനും ചോദിക്കാറുണ്ട്, കർത്താവേ, ഇത്രയൊക്കെ നിന്നിട്ട് എന്താ എനിക്ക് മാത്രം ഇത്ര പ്രതികൂലം? ജീവിതത്തിന്റെ നിലകളിൽ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥ എന്താണെന്ന് ചോദിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഹാലലൂയ. നമ്മുടെ സഭാതലത്തിലും ശുശ്രൂഷയിൽ മാത്രം എനിക്ക് മാത്രം എന്താ കർത്താവേ ഇത്രത്തോളം പോരാട്ടമുള്ളത്? എന്തുകൊണ്ടാ ശീമോനെ നിന്റെ ജീവിതത്തിൽ ഇത്ര പോരാട്ടം? കാരണം എന്താന്ന് അറിയാമോ? ആർക്കുമില്ലാത്ത ഹാലലൂയ ഒരു വെളിപ്പാട് നിനക്കുണ്ട്. ആർക്കും ഹാലലൂയ കാണാത്ത ഹാലലൂയ നിന്റെ മേല് ദൈവത്തിന്റെ ഒരു കൃപയുണ്ട്. ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പറയാൻ, കർത്താവേ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ പത്രോസേ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. അതുപോലെ നമുക്ക് പറയാം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, മറ്റുള്ളവരെ ഹാലലൂയ ചെളിയിൽ ആഴ്ന്ന ചിലരെ വെള്ളം ഹാലലൂയ മുക്കുവാൻ തക്കവണ്ണം ഹാലലൂയ പ്രാണവപ്രാളത്തിലായിരിക്കുന്ന ചിലരെ പുറത്തെടുക്കുവാൻ ഹാലലൂയ നിന്നിൽ ഒരു താക്കോൽ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഹാലലൂയ. നിങ്ങൾ ഇന്ന് പകൽക്കാലം കൃപ നിന്റെ മേൽ പകരുകയാ. ഓരോരുത്തരുടെ മേലും ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുന്നുണ്ട്. ചില നന്മകൾ പ്രാപിക്കാതെ ഇരിക്കാൻ സാത്താൻ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കള്, പരീക്ഷ വരുമ്പോഴേ, പ്രശ്നങ്ങൾ വരുമ്പോഴേ തളർന്നു പോകരുത്. ഉള്ളതല്ല നിന്റെ ഹാലലൂയ തളർന്നു പോകാനുള്ളതല്ല. ക്ഷീണിച്ച് ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇനി ഞാൻ എന്റെ വിഷയങ്ങൾ പറയുന്നില്ലെന്നേ എന്ന് പറയാനല്ല. പിന്നെയോ ഇത് ശത്രുവിന്റെ കരമാണ്. സാത്താൻ നിന്നെ വീഴ്ത്താൻ ശ്രമിക്കുമ്പോൾ തിരിച്ചറിയണം, നിന്നെ വീഴ്ത്താൻ ശ്രമിക്കുന്നവർ തലകുത്തി മറിയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പാപത്തിന്റെ മുമ്പിൽ കളയാനുള്ളതല്ല നിന്റെ നിയോഗം. ഹാലലൂയ, ഹാലലൂയ. ഇന്ന് പകൽക്കാലം ഹാലലൂയ നമുക്ക് ദൈവത്തോട് പറയാം. ഈ പത്രോസിനോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? അവനോട് ദൈവ വാഗ്ദത്തം പറഞ്ഞു. അതുപോലെ നമ്മളോട് പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ നാം കേൾക്കാനിരിക്കുകയാണ്. എന്തോ പറഞ്ഞേ? ഹാലലൂയ, നിന്റെ ആരാ മറ്റൊരുത്തൻ കെട്ടി നിന്നെ കൊണ്ടുപോകും. അതിനർത്ഥം എന്താ? നീ ഇപ്പോഴെങ്കിലും ചത്തു പോകത്തില്ല. നിന്നോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തം നിന്റെ കുടുംബത്തിൽ വെളിപ്പെട്ട് നിനക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമേ, നിന്റെ ഒരു നിയോഗം ആത്മാക്കളെ നേടുവാൻ മറ്റു ചിലർ നിങ്ങളെ മാറ്റി നിർത്തുമ്പോൾ, ചിലർ നിങ്ങളെ ഒതുക്കി കളയുമ്പോൾ, രൂത്ത് ഹാലലൂയ ദൈവസന്നിധിയിൽ ഹാലലൂയ ബോവസിന്റെ വയലിൽ ചെന്നതെങ്ങനാ? ദൈവമേ, എന്നെ ആരും കാണല്ലേ, എന്നോട് ആരും ഒന്ന് ചോദിക്കല്ലേ എന്നുപോലെ ഇന്ന് പകൽക്കാലം ഈ ഡിവൈസില് ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ മാറ്റി നിർത്തുന്ന, നിങ്ങളെ ഒതുക്കി കളയുന്ന സാത്താനെ ഈ മീറ്റിംഗിൽ
തകർക്കുവാൻ ദൈവാത്മാവ് ഹല്ലേലൂയ ചലിക്കാൻ പോകുകയാണ്. നിങ്ങളെ ആ നിയോഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. നിങ്ങൾ ആ നിയോഗത്തെ ഏറ്റെടുക്കാമോ? ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നിങ്ങളെ നമുക്കറിയാം സിംശോനെ ഹല്ലേലൂയ അവനെ കൂട്ടിക്കെട്ടിയത് കുടഞ്ഞു കളഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം ചില ബന്ധനങ്ങൾ ഓരോ ധീര തലമുറയെ കെട്ടിയത്, നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ കെട്ടിയത് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ആരാധനയിലൊന്ന് പോരാട്. എല്ലാവരും അന്യഭാഷകളില് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ നിറവില് സിംശോൻ മാതാപിതാക്കളുമായി തിന്മയ്ക്ക് പോകുകയാണ്. ഹല്ലേലൂയ. അവിടെ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ബാലസിംഹം ചാടി വന്നു. മാതാപിതാക്കളെ ലക്ഷ്യമാക്കിയല്ല, സിംശോനെ ലക്ഷ്യമാക്കിയ. എന്താ കാരണമെന്ന് അറിയാമോ? ദാഗോന്റെ ക്ഷേത്രത്തെ തകർക്കുവാനുള്ള ഒരു ആത്മശക്തി അവനിലാ ഉള്ളത്. പിശാചിന്റെ അജണ്ട എന്താ? നീ അവിടെ പോകരുത് സിംശോനെ, നീ അവിടെ പോകരുത്. പോയാൽ ശത്രുവിന്റെ ക്ഷേത്രം തകരപ്പെടും. ആകിയാലൊന്ന് ഉണർന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എന്നിലൂടെ നിയോഗം, എന്നിലൂടെ ചിലത് നടപ്പെടുവാൻ എന്നെ സമ്പൂർണമായി ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി അതിനെ വലിച്ചു കീറുവാൻ ബാലസിംഹം കടന്നു വന്നെങ്കിലും ആത്മാവിൽ വലിച്ചു കീറുവാൻ പകൽക്കാലം എല്ലാവരും ആത്മാവിലൊന്ന് പറഞ്ഞാട്ടെ. അഭിഷേകത്തോടെ നിർത്തിക്കാട്ടെ. ആർക്കുമില്ലാത്തൊരു അഭിഷേകം, ആരും കാണാത്ത വെളിപ്പാട്, ആരും പ്രസംഗിക്കാത്ത ഒരു പ്രസംഗം ചെയ്യുവാനാ ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. ഓരോരുത്തരെ ആരുടെ പേര് പറഞ്ഞില്ലെങ്കിലും എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ഒരു നിയോഗമുണ്ട്. ഹല്ലേലൂയ. നിന്നെ മാറ്റി നിർത്തുന്നവരുടെ മുൻപാകെ, ചേർത്ത് നിർത്താത്തവരുടെ മുൻപാകെ നമുക്ക് യോസഫിനോട് ചോദിക്കാം, യോസഫേ, നിന്റെ ദർശനം എവിടെ? നിനക്ക് ദർശനം ലഭിച്ചത് ദൈവമാണ്, തന്നത് ദൈവമാണെങ്കിൽ ദൈവമേ ഞാൻ എവിടെ പോകും എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ദർശനം പറയുക. നിന്റെ റൂട്ട് ക്ലിയർ ആക്കുവാൻ ശക്തൻ ദൈവമാണ്. ആ റൂട്ടിലൂടെ നീ അങ്ങ് സഞ്ചരിച്ചാ മതി. അതിനിടയിൽ വരുന്ന പൊട്ടക്കിണർ നീ ഓർക്കണ്ട, അതിനിടയിൽ വരുന്ന നീ ഓർക്കണ്ട, പരിഹാസം ഓർക്കണ്ട. നിന്റെ മേലൊരു ഹല്ലേലൂയ അഭിഷേകമുണ്ട്, നിയോഗമുണ്ട്. ആ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. അത് തകർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. കടന്നു വരുന്നു എന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? സമർപ്പിക്കാം, നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. പൗലോസിന്റെ കയ്യിൽ അണലി പറ്റിയപ്പോൾ നോക്കി നിന്ന ചിലരുണ്ട്. അവരെന്താ പറഞ്ഞേ? ഇപ്പം വീഴും. നിന്റെ തകർച്ച നോക്കി നിൽക്കുന്നവരുടെ മുൻപാകെ വീഴുവാനല്ല, ശക്തിയോടെ കുടഞ്ഞു കളയുവാൻ ആത്മധൈര്യം പ്രാപിക്ക്. ഈ ദിവസങ്ങളിൽ നല്ല ആത്മദാഹികളായി നിങ്ങൾ തീരേണ്ടതിന് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും അവിടെ ശരീരങ്ങളുടെ മേലെ ആത്മാവിൽ അടരുവാൻ പകരപ്പെടുകയാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കുടുംബ ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു അസാധാരണമായ വിടുതൽ വ്യാപരിക്കട്ടെ. ശുശ്രൂഷയിൽ പരാജയമല്ല, ആരും മാറ്റി നിർത്താതെ വേണം നിന്റെ മേലുള്ള അഭിഷേകം ശക്തിയോടെ നിങ്ങളുടെ മൺകൂടാരം കൊണ്ട് മേൽ വ്യാപരിക്കുകയാണ്. സെരുബാബേൽ എന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും നിയോഗത്തിൽ, ആത്മനിയോഗത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ കർത്താവേ, സ്വർഗത്തിലെ നല്ല ദൈവമേ, എന്റെ പ്രിയപ്പെട്ടവർക്കായി അടിയൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേലുള്ള ആത്മനിയോഗങ്ങളെ അവിടെ മേൽ പകർന്ന് അവര് മനുഷ്യരെ പിടിക്കുവാൻ, ആത്മാവിൽ ചിലതിനെ നേടിയെടുക്കുവാൻ, നിയോഗത്തിലേക്ക് കടന്നു
വരുവാൻ കർത്താവെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ തലമുറ പരാജയമെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ, കുടുംബജീവിതം പരാജയമെന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, ഞങ്ങളുടെ പരാജയത്തെയും ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദുഃഖിതരായി ക്ഷീണിതരായി കടന്നു വന്ന എല്ലാവരെയും ആത്മബലത്തോടെ അവിടുന്ന് നയിക്കണമേ. അവിടെ സകല വിഷയത്തിന്മേലും ആത്മാവ് പരിവർത്തിക്കണമേ. തുടർന്നുള്ള കർത്താവേ സമയങ്ങളിലും നിന്റെ കരം ഞങ്ങളോട് കൂടിയിരിക്കണം. സർവമാനവും മഹത്വവും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സമാധാനത്തോടെ ആത്മബലത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. വിശേഷാൽ ഹല്ലേലൂയ എന്നെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ. ദൈവദാസനോടും പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഒരിക്കൽ കൂടി എന്റെ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. മാറാനാഥ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. കർത്താവിന്റെ ദാസി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നിന്ന് വചനം ശുശ്രൂഷിപ്പാൻ തക്കൊണ്ട് കർത്താവിന്റെ ദാസിയെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു. ആരംഭത്തിൽ അല്പമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും പിന്നെ അത് ദൈവം ശക്തമായി കർത്താവിന്റെ ദാസിക്ക് വേണ്ടി വഴികളെല്ലാം തുറന്നു കൊടുത്തു. ഇന്ന് നമ്മൾ കുറുവാക്യമായി വായിച്ച ഭാഗം മത്തായി സുവിശേഷം 26-ാം അധ്യായം 41-ാം വാക്യമാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ, ആത്മാവ് ഒരുക്കമുള്ളതോ ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മുടെ ആ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നതിനും ആത്മീയ പോരാട്ടങ്ങളിൽ നിന്ന് നമ്മൾ ജാഗ്രത പാലിക്കുന്നതിനും തുടർച്ചയായ പ്രാർത്ഥനയും ആത്മീയ അവബോധവും അനിവാര്യമാണ് എന്നാണ് കർത്താവിന്റെ ദാസി നമ്മോട് ഊന്നി പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ദൃഢനിശ്ചയതയുള്ള മനസ്സും ദുർബലമായ ശരീരവും തമ്മിലുള്ള സംഘർഷത്തെയാണ് ഇവിടെ ചിത്രീകരിച്ച് കാണിച്ചിരുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കാൻ, നമ്മൾക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ, നമ്മുടെ മുന്നിൽ ദൈവം ഒരു വലിയ വേല വെച്ചിട്ടുണ്ട്. ആ വേലയ്ക്ക് വേണ്ടി നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെ ദൈവദാസന്മാരിൽ കൂടെ ദാസിമാരിൽ കൂടെ ഒക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ നാം സമയം വൃഥാവാക്കാതെ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ, കർത്താവിനോട് ചേർന്നിരിപ്പാൻ ഇടയാക്കുവാനായി ആണ് ഇന്നത്തെ വചനം നമ്മളെ ഉദ്ബോധിപ്പിച്ചത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ മേൽ ക്രിസ്തു പ്രകാശിക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ഇടയാക്കട്ടെ. ഇപ്പോൾ ശമൂവേൽ ചാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മുടെ കർത്താവിന്റെ ദാസിയെ ഓർത്ത് പ്രാർത്ഥിക്കുക, അവരുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക, കുടുംബം അവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുവാനായി പ്രത്യേകം പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ദാസിയെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ബഥേൽ മിനിസ്ട്രിയുടെ നാമത്തിലും റോയ് പാസ്റ്ററുടെ നാമത്തിലും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് വർഷിപ്പ് ചെയ്തവരെയും ഇന്ന് പ്രാർത്ഥിച്ച എല്ലാവരെയും, ഇന്ന് മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരെയും നമ്മുടെ ബഥേൽ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് വൈകിട്ട് നമുക്ക് കൃത്യം 7 മണിക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. നാളെ പ്രഭാതത്തിൽ 11 മണിക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ ശമൂവേൽ ചാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്ലീസ് ശമൂവേൽ ചാൻ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണാസമ്പന്ന നിത്യന് നീതിമാനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി കർത്താവെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ പാദപിടത്തിങ്കൽ ദിനവും യേശുവിനോട് കൂടെ ഈ പ്രഭാത സമയത്ത് കർത്താവെ കടന്നു വന്ന് അങ്ങേ സ്തുതിപ്പാനും വന്നിപ്പാനും മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവയുടെ ഞങ്ങൾക്ക് ഇടയാക്കിയതിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്നതല്ല നിർത്തിയതെന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവയുടെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായി നന്ദി അർപ്പിക്കുന്ന പശ്ചാ വീണ്ടും ഒരു പ്രഭാതം കൂടി അടിയങ്ങൾക്കായി ഒരുക്കി തന്നതിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പരീക്ഷയിൽ അകപ്പെടാതെ സൂക്ഷിച്ചുകൊള്ളുക. കർത്താവെ, അടിയങ്ങളുടെ ജീവിതത്തിലെ കർത്താവെ പരീക്ഷകൾ കടന്നു വരുമ്പോൾ പിടിച്ചു നിൽപ്പാനുള്ള കൃപ, കർത്താവെ ജയമെടുപ്പാനുള്ള കൃപ കർത്താവെ അടിയങ്ങൾക്ക് തെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും തകർന്നു പോവാൻ അവിടുന്ന് ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല ദൂത ആലോചനകളൊക്കെയും കേട്ട് കർത്താവെ അത് ഹൃദയത്തിൽ കർത്താവെ തങ്ങുവാനും, കർത്താവെ പരീക്ഷകൾ വരുമ്പോൾ വീണ്ടരപ്പാനും അതിനെ ജയമെടുപ്പാനും ഒക്കെയും കർത്താവെ അവിടുന്ന് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശ്വാസഗോളത്തിൽ ഇറങ്ങി തിരിച്ച ഓരോ മക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നാളുകളിൽ കർത്താവെ പ്രതികൂലങ്ങൾ അനവധി ഉണ്ട്. കർത്താവെ, ജയമെടുപ്പാനുള്ള കൃപ കർത്താവെ ഓരോ മക്കൾക്കും കർത്താവിടുന്ന് പെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ലോക മനുഷ്യന്റെ മുൻപാകെ ആയിരിക്കുമ്പോൾ കർത്താവെ നിന്ദകളെ, പരിഹാസങ്ങളെ, ദുഷിപ്പെ കർത്താവെ ചോദ്യചിഹ്നങ്ങളെ കർത്താവെ അതിനൊക്കെ മുഖാന്തരം കർത്താവെ ആ വിജയമെടുപ്പാനുള്ള കൃപ കർത്താവെ ഞങ്ങൾക്ക് തെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോക മനുഷ്യന്റെ മുൻപാകെ കർത്താവെ
തല താഴ്ത്തുവാനോ കൈ നീട്ടുവാനോ വായ്പ മേടിപ്പാനോ ഒന്നും ഇടയാക്കാതെ കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങയ്ക്ക് പ്രസാദകരമായ യാഗമായി ഏറ്റെടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരീക്ഷയിൽ അകപ്പെടാതെ കർത്താവെ ഓരോ ദിവസവും കർത്താവേടി ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും കർത്താവിടുന്ന് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇത്രത്തോളം വചനം സൂക്ഷിപ്പാൻ തക്കവണ്ണം കർത്താവെ ദാസിയെ എടുത്ത് ഉപയോഗിച്ചതിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിന്നെയും കർത്താവ് എടുത്ത് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകർക്ക് കർത്താവെ 30, 60, 100 മേനിയായി ഫലം കാണത്തക്കവണ്ണം കർത്താവെ ആരും പരീക്ഷയിൽ അകപ്പെടാതെ പോവത്തക്കവണ്ണം ഇടയാക്കാതെ കർത്താവെ അവിടുന്ന് വാടി വിതറുവാൻ തക്കവണ്ണം കർത്താവെ ഹൃദയങ്ങളിൽ കർത്താവെ നല്ല വചനം കൊടുത്ത് കർത്താവ് നൽകിയതിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി മാനിക്കപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തലമുറകളെ ഏൽപ്പിക്കുന്നു കർത്താവെ. അവരുമായിരിക്കുന്നിടത്തൊക്കെയും കർത്താവ് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ച വിഷയങ്ങളെല്ലാം കർത്താവ് അറിയുന്നു. പ്രാർത്ഥിച്ച മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിന്നെയും കർത്താവെ പുതുവഴികളെ, പുതിയ ഉറവകളെ കർത്താവെ പുതുവാതിൽ തുറക്കത്തക്കവണ്ണം അതിനുള്ള മുഖാന്തരങ്ങളെല്ലാം അവിടുന്ന് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ സനിയിലേക്ക് ബദൽ ഗോസ്ബൽ മിനിസ്ട്രി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചുക്കാൻ പിടിക്കുന്ന ദൈവദാസനെയും കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദാസനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ പ്രാർത്ഥനാ വിഷയവും കർത്താവ് അറിയുന്നല്ലോ. ആദ്യോട് അന്തവും പരിശുദ്ധാത്മാവ് നിറവിൽ കർത്താവെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കിയതിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവിടുത്തെ പാദപിടത്തിങ്കിലേക്ക് കർത്താവെ ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാടുവാനും പ്രാർത്ഥിപ്പാനും കർത്താവെ അടിയങ്ങളെ ഇടയാക്കിയതിനായി നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ. വൈകുന്നേരം നടക്കുന്ന കൂടിവരവൊക്കെയും കർത്താവെ ദൈവനാമത്വത്തിനാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോകത്തിന്റെ കെടുതിയിലൊന്നും ആരും കർത്താവെ അകപ്പെട്ടു പോവാൻ ഇടയാക്കാതെ കർത്താവെ അവിടുന്ന് വീണ്ടെടുത്ത് കർത്താവെ അങ്ങയ്ക്ക് പ്രയോജനപ്പെടുന്ന പാത്രമാക്കി ഓരോ മക്കളെയും കർത്താവിടുന്ന് തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗ്ഗടിയങ്ങളുടെ പ്രാർത്ഥനയുടേതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ. ആമേൻ. സ്തോത്രം. നമുക്ക് ആശീർവാദം പറയാം. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും സഹവാസവും കാവലും നാം മധ്യസ്ഥാനിച്ച എല്ലാ വിഷയങ്ങളോടും വർഷിപ്പ് ചെയ്ത പ്രിയ സഹോദരിയോടും കുടുംബത്തോടും പ്രാർത്ഥിച്ച എല്ലാവരോടും വിശേഷാൽ എന്ന വചനം സൂക്ഷിച്ച കർത്തദാസിയോടും തന്റെ കുടുംബത്തോടും മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരോടും ചുമൽ കൊടുക്കുന്ന കർത്തദാസനോടും കുടുംബത്തോടും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമീൻ. മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ബഥേൽ മിനിസ്ട്രിയുടെ നാമത്തിലും റോയ് പാസ്റ്റർ നാമത്തിൽ നന്ദി വന്ദനവും അറിയിക്കുന്നു. വിശേഷാൽ കർത്താവിന്റെ ദാസിയും കുടുംബത്തെയും ഒരിക്കൽ കൂടി ബഥേൽ മിനിസ്ട്രിയുടെ നാമത്തിൽ റോയ് പാസ്റ്റർ നാമത്തിലും നന്ദിയും വന്ദനവും അറിയിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കാം. നിങ്ങൾ എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. മാറാനാഥ. താങ്ക് യു.